ശ്രീ എൻ പി ചെക്കുട്ടി, ഇതിൽ ആര് വഴങ്ങും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ നമുക്കറിയാനാകുന്നത് CPM കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ചിരിക്കുന്നു. മുന്നണി സംവിധാനത്തിൽ ഒരു പാർട്ടിയും പിണക്കിക്കൊണ്ടു പോകേണ്ട സാഹചര്യമല്ല ഇപ്പോൾ എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി തിരുത്തുമോ? പിണറായി തിരുത്താൻ ഉള്ള ശേഷി ഈ CPM-നുണ്ടോ? അല്ല, ഈ പ്രശ്നം യഥാർത്ഥത്തിൽ CPI-യും CPM-ഉം തമ്മിലൊരു പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ ഇതിനകത്ത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എന്താ പറയുക പ്രസ്റ്റീജായിട്ട് ഈ വിഷയങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ആ ഒരു പേഴ്സണൽ പ്രസ്റ്റീജായിട്ട് കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾക്ക് CPI-യിൽ നിന്നുള്ള എതിർപ്പ് വരുന്നത് സ്വാഭാവികമാണ്. കാരണം CPI ഒരു സ്വതന്ത്ര പാർട്ടിയാണ്. പിണറായി വിജയൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർക്ക് നിൽക്കാൻ കഴിയില്ല. പക്ഷേ CPM-ൻ്റെ തന്നെ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ മാസം ചേർന്നിട്ട് അവർ തയ്യാറാക്കിയ ഒരു രേഖയുണ്ട്. അത് ഇലക്ഷൻ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട വളരെ വിശദമായ രേഖയാണ്. അതിനകത്ത് കേരളത്തെക്കുറിച്ചുള്ള 49 പാരഗ്രാഫ്സിൽ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് പാർട്ടിക്ക് സർക്കാരിന് പറ്റിയ പാളിച്ചകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിലൊന്ന് കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമായിട്ട് വേണ്ട വിധമുള്ള സമ്പർക്കങ്ങൾ ഉണ്ടായിട്ടില്ല. വളരെ നയപരമായ വിഷയങ്ങളിൽ പോലും പിന്നെ ഗൗരവമുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. അതിനൊരു ഉദാഹരണമായിട്ട് PM ശ്രീ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പാലിക്കേണ്ട മുന്നണി മര്യാദകൾ പാലിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്ന് കേന്ദ്ര കമ്മിറ്റി പറയുമ്പോൾ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ ആഗ്രഹങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ച് പാർട്ടിയുടെ നിലപാടുകൾക്കനുസരിച്ച് സർക്കാരല്ല, നേരെ തിരിച്ച് സർക്കാരിൻ്റേതായിട്ടുള്ള വഴിയിൽ പോയി അതിനെ നയിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ലീഡർഷിപ്പിനെ സംബന്ധിച്ചത് പാർട്ടിക്കകത്ത് അദ്ദേഹം നടത്തിയ നിലപാടുകളെക്കുറിച്ചൊക്കെ തന്നെ കേന്ദ്ര കമ്മിറ്റിക്ക് അകത്തടക്കം വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പുകളുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ തർക്കത്തിൽ യഥാർത്ഥത്തിൽ പിണറായി ശ്രമിക്കുന്നത് കേരളത്തിലെ പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ആധിപത്യം നിലനിർത്തിക്കൊണ്ട് അടുത്ത മാസം നടക്കുന്ന ഈ വിശാല സംസ്ഥാന കമ്മിറ്റിയിൽ തൻ്റെ ഒരു അപ്രമാദിത്വം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള നീക്കങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. താൻ ശക്തനായിട്ട് തുടരുന്നു എന്ന് ഒരു പ്രതീതി ജനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അങ്ങനെ വന്നാൽ വരുന്ന കമ്മിറ്റിയിൽ തനിക്കെതിരെ വരാനിടയുള്ള അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളെ തടയിടാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രശ്നമല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം, മറിച്ച് പാർട്ടിക്കകത്ത് ലീഡർഷിപ്പ് പൊസിഷൻ എടുക്കാൻ, അതിൻ്റെ ഡോമിനൻസ് എടുക്കാൻ ആ പാർട്ടിക്കകത്ത് തന്നെ നടക്കുന്ന CPM-നകത്ത് തന്നെ നടക്കുന്ന ആഭ്യന്തരമായ യുദ്ധങ്ങളുടെ ഒരു എന്താ പറയുക റിപ്പർക്കഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ആയിട്ട് മാത്രമാണ് CPI-യുമായിട്ടുള്ള തർക്കങ്ങളെ നമ്മൾ കാണേണ്ടത്. കാരണം ഇതൊരു നോൺ ഇഷ്യൂ ആണ്. സത്യത്തിൽ ഈ പദവി ഡെപ്യൂട്ടി ലീഡർ പദവി എന്ന് പറയുന്നത് ഒരു ആനക്കാര്യമൊന്നുമില്ല. CPI-ക്കും അറിയാം ആനക്കാര്യമല്ല, പിണറായി വിജയനും അറിയാം ആനക്കാര്യമല്ല. പക്ഷേ കൂടെ നിൽക്കുന്ന ഒരു കക്ഷി, സഖ്യകക്ഷി എന്ന നിലയിൽ അവരുടെ നിലപാടുകളെ അംഗീകരിച്ചു പോകാനും അവരെ കൂടെ നിർത്താനും ഉള്ള ഉത്തരവാദിത്വം ആ മുന്നണിക്കുണ്ട്. പക്ഷേ അതൊന്നും തൻ്റെ കാലത്ത് നടക്കില്ല എന്ന് പറയുന്നത് വഴി തൻ്റെ പാർട്ടിയിൽ താൻ തന്നെയാണ് ഏറ്റവും ശക്തൻ എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്. അത് പാർട്ടി അംഗീകരിക്കുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അടുത്ത സെപ്റ്റംബർ മാസത്തിലെ സമ്മേളനത്തിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം CPM-നകത്ത് പല വിമർശനങ്ങളുണ്ടെങ്കിൽ പോലും പിണറായി വിജയനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഐക്യം ഇതുവരെ അതിനകത്ത് രൂപപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.